സർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഒരു സംശയം വരുന്നത് ചില ഉച്ചകോടികളൊക്കെ ഇനി നടക്കാനിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ സാധ്യതയുണ്ടോ? അല്ല, നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ട്. ഉണ്ടല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ, ഷാങ്ഹായ് സഹകരണ കൗൺസിൽ, SCO എന്ന് പറയും. SCOൻ്റെ അകത്തുള്ള സഖ്യരാഷ്ട്രങ്ങൾ ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇത്രയും രാജ്യങ്ങളാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിലുള്ളത്. അപ്പോൾ ഇന്ത്യ അതിൽ അംഗമാണ്, പാകിസ്ഥാനും അംഗമാണ്, ചൈനയും അംഗമാണ്. അപ്പോൾ ഉച്ചകോടി നടക്കുമ്പോൾ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട്. ഇക്കൊല്ലം ഉച്ചകോടിയുടെ വെന്യൂ പാകിസ്ഥാനാണ്. കഴിഞ്ഞ കൊല്ലം ഇന്ത്യ ആയിരുന്നു, അതിന് മുമ്പ് ചൈന ആയിരുന്നു. പക്ഷേ അത് എൻ്റെ ഓർമ്മയിലുള്ളത് ഈ കോവിഡ് കാലത്തെ ഇത് ആളുകൾ പോയൊന്നും നടന്നിരുന്നില്ല, ഓൺലൈനായിട്ടൊക്കെ. പിന്നെ ചൈനയിൽ ഒരിക്കൽ പോകാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഈ ദോക്കിലാം അങ്ങനത്തെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വർഷം ഇന്ത്യ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ കോവിഡിൻ്റെ ഒരു സമയത്ത് ഇത് ഓൺലൈൻ വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് നടന്നതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം വേറെ പ്രസിദ്ധീകരണങ്ങളിൽ, വിദേശ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഞാൻ എഴുതുന്നൊരു വിഷയമാണിത്. ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ ഉച്ചകോടികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒക്ടോബർ 15, 16 തീയതികളിൽ ഇസ്ലാമാബാദിലാണ് ഈ കൊല്ലത്തെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ സമ്മിറ്റ്, ഉച്ചകോടി നടക്കേണ്ടത്. അതിന് മുംതാസ് സഹ്റ ബലൂച്ച്, അവിടുത്തെ വിദേശകാര്യ വക്താവ്, പാകിസ്ഥാനിലെ പേരിൻ്റെ കൂടെ ബലൂച്ച് എന്നുണ്ടെങ്കിൽ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആളാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഈ വലിയ പൊസിഷനിലൊക്കെ വരുന്നതൊക്കെ അപൂർവമായിരിക്കും. ബലൂചിസ്ഥാൻകാരെ ഇവർക്ക് വേണ്ടല്ലോ, താല്പര്യമില്ലാത്ത. അപ്പോൾ മുംതാസ് സഹ്റ ബലൂച്ച് കഴിഞ്ഞ ദിവസം വക്താവ് ഇങ്ങനെ ഈ ക്ഷണിച്ചിട്ടുണ്ട് മോദിയെ എന്ന് പറഞ്ഞിരുന്നു. അവിടുത്തെ ഇപ്പം മന്ത്രിമാരില്ലല്ലോ, അവിടുത്തെ പ്രതിരോധ ഉപദേഷ്ടാവ് എന്ന് പറയാം, ആ മന്ത്രിസ്ഥാനത്ത് ഉള്ള ആള് ഖ്വാജ ആസിഫും ഈ കാര്യം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ മോദി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ പത്രങ്ങളിൽ ചിലതിൽ വന്ന റിപ്പോർട്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. മോദി പോവില്ല എന്ന് പറഞ്ഞിട്ട്. അത് ചില പത്രപ്രവർത്തകരുണ്ടല്ലോ ഉടൻ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഉച്ചകോടിയാണ്, രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്, പരസ്പരം പോകുന്നതാണ്, ചില അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ചൈനയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ പോകാൻ കഴിയുന്ന ഒരു ഉച്ചകോടിയാണ്, മറ്റു രാജ്യക്കാരും കൂടി വരുന്ന സ്ഥലമാണല്ലോ. പാകിസ്ഥാനിലേക്ക് വെറുതെ മോദി പോവുകയല്ലോ, അല്ല, വേറെ രാജ്യത്തിന്റെ തലവന്മാരും കൂടി വന്നു ചേരുന്ന ഒരു ഉച്ചകോടിയാണ്. അതിൻ്റെ അകത്ത് വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പൊ പോകില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് നിഷേധിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒക്ടോബറിലാണ്. അതിൻ്റെ ഇടയ്ക്ക് പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ പുനഃപരിശോധിക്കാമല്ലോ. അപ്പം ഇനിയും സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയാണ് SCO ഹോസ്റ്റ് ചെയ്തത്. ഇവിടെ പാകിസ്ഥാൻ PM ഷഹബാസ് ഷെറീഫ് ഈ വെർച്വൽ ആയിട്ട്, അതായത് ഓൺലൈനിൽ വീഡിയോ വഴിയാണ് അതിൽ പങ്കെടുത്തത്. കാരണം ഇവിടെ വന്നില്ല, അപ്പോൾ വീഡിയോ വഴിയും പങ്കെടുക്കാം എന്നർത്ഥം. വിദേശമന്ത്രി ബിലാവൽ ഭൂട്ടോ 2023 മെയ്യിൽ ഇന്ത്യയിൽ വന്നിരുന്നു. ഇതിനു വേണ്ടിയിട്ടല്ല, വേറെ സന്ദർശനം നടത്തിയിരുന്നു ഗോവയിൽ. അപ്പോൾ 12 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായി ഇവിടെ എത്തുന്ന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായിരുന്നു ബിലാവൽ ഭൂട്ടോ. അന്ന് ഇവിടെ വരുമ്പോൾ ഈ
370 മറ്റേ കശ്മീരിൻ്റെ എടുത്തു കളഞ്ഞ അല്ലേ? അത് നമ്മൾ അബ്രിഗേഷൻ അതെടുത്ത് കളഞ്ഞിരുന്നു, പിൻവലിച്ചിരുന്നല്ലോ. അപ്പോൾ പിൻവലിച്ചപ്പോൾ ഇത് മുതൽ പാകിസ്ഥാൻ നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല, നയതന്ത്ര ബന്ധമൊന്നും കാര്യമായിട്ടില്ല. പാകിസ്ഥാന് അതിനോട് എതിർപ്പാണ്. മാത്രമല്ല പാകിസ്ഥാൻ നമ്മളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഡൗൺഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി നയതന്ത്ര ബന്ധമൊന്നും കാര്യമായിട്ട് വേണ്ട എന്നുള്ള മട്ടിലാണ് പാകിസ്ഥാൻ. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് 2015 ഡിസംബർ 25 ക്രിസ്മസ് ദിവസം മോദി പാകിസ്ഥാനിൽ ഒരു അസാധാരണ സന്ദർശനം നടത്തി, അപ്രതീക്ഷിത സന്ദർശനം. കാരണം മോദി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ വിമാനം ലാഹോറിൽ ഇറങ്ങി. അങ്ങനൊരു ലാഹോറിൽ ഇറങ്ങുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ലാഹോറിൽ അങ്ങനെ ഇറങ്ങുമ്പോൾ ചുവപ്പ് പെരുവതാനി വിളിച്ചിട്ട് നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി കാത്തു നിന്നിരുന്നു. 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് അവിടെ എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അപ്പം മോദി. എന്നിട്ട് അവിടെ നിന്ന് ഷെരീഫിൻ്റെ ബംഗ്ലാവിൽ പോയി മോദി. അന്ന് ഷെരീഫിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ പിറന്നാൾ കേക്ക് മുറിക്കുകയും ആ വക കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഷെരീഫിന് 66 വയസ്സ് തികയായിരുന്നു. അതിനു മുമ്പ് പാരീസിൽ കണ്ടിരുന്നു. ഈ മാത്രമല്ല ഈ ഷെരീഫ് കൊച്ചുമകളുടെ വിവാഹം അന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുമകളുടെ വിവാഹത്തിന് മോദിയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2 കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. 2004 വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അത് ഈ ലാഹോർ അങ്ങനെ ബസ് യാത്ര എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ബസ് സഞ്ചരിക്കുന്നു, ബസ് ഉദ്ഘാടനം ചെയ്യുന്നു. വാജ്പേയി അങ്ങനത്തെ ഒരാളാണല്ലോ, ഒരു പ്രത്യേക തരം ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. മൊത്തത്തിൽ ഹിന്ദുത്വമല്ല. അതുകൊണ്ട് അവിടെ പോവുകയും അങ്ങനത്തെ ഒരു നയതന്ത്ര ബസ് ഡിപ്ലോമസി ഒക്കെയാണെന്ന് പറഞ്ഞിരുന്നത്. അതൊക്കെ ചെയ്തിരുന്നു. മറ്റേ നവാസ് ഷെരീഫിൻ്റെ മകളല്ല കൊച്ചുമകൾ മെഹ്റൂന്നീസയുടെ വിവാഹമായിരുന്നു ഞാനിപ്പോൾ സമയത്ത്. ഇത്തവണ പക്ഷേ മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പാകിസ്ഥാന് ക്ഷണം ഉണ്ടായിരുന്നില്ല. മറ്റ് അയൽ രാജ്യക്കാരൊക്കെ വന്നിരുന്നു, പാകിസ്ഥാന് ക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്ഷണമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിനോടനുബന്ധിച്ച് കശ്മീരിലെ റീസിയിൽ മറ്റേ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന വഴി റീസിയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകർ കയറിയ ഒരു ബസ് തടഞ്ഞ് പാകിസ്ഥാൻ കശ്മീർ ഭീകരർ വെടിവെച്ച് യാത്രക്കാരെയൊക്കെ കൊന്നിരുന്നു. അത് പല ഇതുപോലെ ഇന്ത്യയിൽ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്, വൃത്തികെട്ട പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു അവര്. പിന്നെ അവരെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? എന്നാലും നവാസ് ഷെരീഫ് മോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു, എക്സിൽ എഴുതുകയൊക്കെ ചെയ്തിരുന്നു, നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനത്തെ ഈ സംഘർഷഭരിതമായ ഒരു ബന്ധം കിടക്കുന്നത് കൊണ്ടാണ് മോദി പോകുമോ എന്നുള്ള സംശയം. എല്ലാ കാലത്തും ഈ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണാധികാരികൾ അവിടെ എത്തണം എന്നുള്ളതാണ്. എന്തിന് ക്രിക്കറ്റ് ടീം പോലും, ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം പോലും വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇന്ത്യ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പാകിസ്ഥാൻ ആഗ്രഹം. പക്ഷേ നമുക്ക് ഒട്ടും ഒരു സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടുത്തെ ഒരു സന്ദർശനം. ഇപ്പം പണ്ട് ശ്രീലങ്കയുടെ ഒരു ക്രിക്കറ്റ് ടീം ചെന്നപ്പോൾ പോലും അവിടെ ഒരു ആക്രമണമൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നരേന്ദ്രമോദി പോകുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും. അത് പോകുമോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത് അതുകൊണ്ട് മാത്രമല്ല, പൊതുവേ ഈ ഹിന്ദുത്വവാദികൾക്ക് പാകിസ്ഥാനെ ഇഷ്ടമല്ല. അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് അവർ ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ RSS എന്ത് കരുതും എന്നൊക്കെ ഈ പ്രധാന സ്വയം സേവകൻ എന്ന് പറയുന്ന മോദി അതൊക്കെ ആലോചിക്കണമല്ലോ. അവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇയാൾ പാകിസ്ഥാനിൽ എന്തിനാ പോയേ? മോദി ഇപ്പം എന്താ ഇങ്ങനെ? അങ്ങേർക്കാണെങ്കിൽ വേണ്ടത്ര സീറ്റുകളൊന്നും കിട്ടിയില്ല, 400+ കിട്ടിയില്ല.
ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടാണെന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഇതുമൊക്കെ ഇപ്പോൾ അവിടെ പോകുന്നതുമൊക്കെ നയതന്ത്രത്തിൻ്റെ ഭാഗമൊക്കെ തന്നെയാണ്. എന്തായാലും പോകില്ല എന്നിപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദ ഓപ്ഷൻ ഈസ് ഓപ്പൺ എന്നുള്ള മട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. തുറന്നു കിടക്കുക നയതന്ത്രത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇപ്പോൾ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉള്ളിൽ നടന്നിരിക്കും. കാരണം ഒക്ടോബർ 5-ാം തീയതി ഫലം വരുമല്ലോ. ഇപ്പോൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ കശ്മീരിലെ ഫലം ഹരിയാനയിലെ ഫലം രണ്ടും ഒക്ടോബർ 5-ാം തീയതി അറിയാൻ പറ്റും ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഉച്ചകോടി. അപ്പോൾ ഈ സമയത്തൊക്കെ പാകിസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ ജമ്മു ഭാഗത്തൊക്കെ ആക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പാകിസ്ഥാൻ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഭീകരത കാട്ടിക്കൂട്ടിയാൽ മോദിക്ക് പോകാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ പോലും ഇതൊരു ഉച്ചകോടി ആയതുകൊണ്ട് മറ്റേ വെർച്വൽ മീറ്റിംഗ്, വീഡിയോ കോൺഫറൻസിങ് വഴിയോ മറ്റോ ആയി എന്നും വരാം. എന്തായാലും മോദി ഇപ്പോഴത്തെ അവസ്ഥയിൽ പോവുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല, തുറന്ന് വെച്ചിരിക്കുകയാണ് ആ ഓപ്ഷൻ. അപ്പോൾ പോയേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.